ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബണ്ണിൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ്. ഇതിന് മുന്നേ ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് ഒരു നൈലോൺ ബാൻഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് കൂടുതൽ ഹെയർ ആക്സസറീസ് ചെയ്യുന്ന വീഡിയോ ഇടണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലുള്ള ഹെയർ ബൺസാണ് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പാക്കറ്റിൽ 6 പീസായിട്ടാണ് വരുന്നത്. പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. അപ്പോൾ ഇതിന് 12 രൂപയോ 15 രൂപയോ മറ്റാണ് റേറ്റ് വരുന്നത് ഒരു പാക്കറ്റിന്. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഫെൽറ്റ് ഷീറ്റിനെ ഈ ഒരു രീതിയിൽ 2 സൈസിൽ വരുന്ന കുറച്ച് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ പീസ് 1.5 സെൻറ്റിമീറ്ററും വലിയ പീസ് 3 സെൻറ്റിമീറ്ററുമാണ് അളവ് വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ വരുന്ന പോളൻസ് ആണ്. അത് ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ 2 കളറാണ് ഉള്ളത്, ഗോൾഡനും സിൽവറും. ഞാൻ ഇതിനായിട്ട് സിൽവർ കളറിലുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ഇത് പോളൻസ് ഒരു ബഞ്ചിന് 22 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു ബഞ്ചിൽ 12 സ്റ്റെംസാണ് വരുന്നത്. അതിൽ ഒരു സ്റ്റെമ്മ് മാത്രമേ നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിൽ പോളൻസിൽ ഇതുപോലെ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള റൗണ്ട് ഷേപ്സ് ഓരോന്നായിട്ട് ആദ്യം ചെറിയ പീസ് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഓരോന്നായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ചെറിയ സൈസിൽ വരുന്നത് 7 പീസും വലിയ സൈസിൽ വരുന്നത് അതായത് 3 സെൻറ്റിമീറ്ററിൽ വരുന്ന റൗണ്ട് ഷേപ്പ് ഞാൻ 12 പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ ഫ്ലവർ വേണ്ടത് അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെറിയ പെറ്റൽസ് ആദ്യം നമുക്ക് മുഴുവനായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഓരോ പെറ്റലും ഒട്ടിച്ചെടുക്കുമ്പോൾ മറ്റൊന്നിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചെറിയ പെറ്റൽസൊക്കെ ഞാൻ ഈ ഒരു രീതിയിൽ മുഴുവനായിട്ടും ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് വരുന്ന ആ ഒരു വലിയ പെറ്റൽസും കൂടെ നമുക്ക് ഇതേ രീതിയിൽ സെയിം പ്രോസസ്സിൽ തന്നെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിൽ ഒരു പെറ്റൽ വെച്ചതിന് ശേഷം അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് വരുന്ന രീതിയിൽ വേണം അടുത്ത പെറ്റൽ വെച്ച് കൊടുക്കാൻ. ആ ഒരു രീതിയിൽ നമുക്ക് ഓരോ പെറ്റൽസായിട്ട് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പെറ്റൽസൊക്കെ ഒട്ടിക്കാനായിട്ട് നമുക്ക് ഗ്ലൂ ഗണ്ണ് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. B7000 ഗ്ലൂ ഒക്കെ ആകുമ്പോൾ അത് ഒട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. ഓരോ പെറ്റൽസും ഒട്ടിച്ചെടുക്കുമ്പോൾ കുറച്ചധികം ടൈം തന്നെ അത് ഡ്രൈ ആവാനായിട്ട് വേണ്ടി വരും. അപ്പോൾ ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ എല്ലാ പെറ്റൽസും ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ഒരു പെറ്റൽസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ പെറ്റൽസ് വരുമ്പോഴാണ് ഈ ഒരു ഫ്ലവറിന് കൂടുതലായിട്ട് ഭംഗി വരുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് വശം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇതാ ആ ഒരു പോളൻസിൻ്റെ ബാക്കി വരുന്ന സ്റ്റെം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഒരു പീസ് ഫെൽറ്റ് ഷീറ്റ് കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ആദ്യം പെറ്റൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സെയിം അളവിൽ തന്നെ ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കുക. അത് ഇതുപോലെ ആ ഒരു ഫ്ലവറിൻ്റെ ബാക്ക് വശത്തായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ബാക്ക് വശം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ ഹെയർ ബണ്ണ് എടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ഹെയർ ബണ്ണാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ പിറകിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ നമുക്കത് അതിൽ ഒന്ന് ഫിക്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഗ്ലൂ ഗണ്ണ് വെച്ച് മാത്രം ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് വലിക്കുന്ന സമയത്ത് നമ്മൾ ഹെയറിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് ഇളകി പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സൂചി നൂല് ഉപയോഗിച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതുപോലൊരു പീസ് ക്യാൻവാസ് റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ട് ആ ഒരു ഹെയർ ബണ്ണ് കവർ ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ
ഇതാ നമ്മുടെ ഹെയർ ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ഹെയർ ബൺ തന്നെയാണിത്. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഫെൽറ്റ് ഷീറ്റൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഫെൽറ്റ് ഷീറ്റിനെ കുറിച്ച് അറിയാത്തവരാണെങ്കിൽ നമുക്ക് 3 ടൈപ്പിലാണ് ഫെൽറ്റ് ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഒന്ന് ചൈനീസ് ഫെൽറ്റ്, പിന്നെ ഒന്ന് കൊറിയൻ ഫെൽറ്റ്, പിന്നെ കൊറിയൻ ഫാഷൻ ഫെൽറ്റ് എന്ന് പറയും. അപ്പോൾ ചൈനീസ് ഫെൽറ്റാണ് കൂടുതൽ കടകളിലെല്ലാം നമുക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അത് കുറഞ്ഞ റേറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു തരം ഫെൽറ്റ് ഷീറ്റാണ്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കൊറിയൻ ഫെൽറ്റ് ഷീറ്റാണ്. കൊറിയൻ ഫെൽറ്റ് ഷീറ്റോ അല്ലെങ്കിൽ കൊറിയൻ ഫാഷൻ ഫെൽറ്റ് ഷീറ്റോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല ഫ്ലവേഴ്സും അല്ലെങ്കിൽ ഹെയർ ആക്സസറീസൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപകാരമാവുന്നത് ആ 2 ഫെൽറ്റ് ഷീറ്റാണ്. അപ്പം ചൈനീസ് ഫെൽറ്റ് ഷീറ്റ് നമുക്ക് ഈ ഒരു രീതിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരുതരം ഹാർഡായിട്ടുള്ളൊരു ഫെൽറ്റ് ഷീറ്റാണ്. അപ്പം നമ്മളിപ്പോൾ ഫെൽറ്റ് ഷീറ്റ് വാങ്ങിക്കുമ്പം ഇതുപോലുള്ള ഫെൽറ്റ് ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. A4 സൈസിലുള്ള ഒരു പീസ് ഫെൽറ്റ് ഷീറ്റ് മതി നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്കും കമൻറ്റും ഇട്ടേക്കണം. എൻ്റെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.